ക്രിസ്മസ് ദിനത്തിൽ റഷ്യ യുക്രൈനിൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ച് റഷ്യൻ എണ്ണ കേന്ദ്രങ്ങൾ തകർത്ത് യുക്രൈൻ സേന തിരിച്ചടിച്ചുവെന്നും വാർത്ത. ക്രിസ്മസ് ദിനത്തിൽ ഗസയിലും ലെബനിലും ഇസ്രയേലിന്റെ ബോംബിംഗ് വർഷം ഉണ്ടായെന്നും വാർത്തകൾ വരുമ്പോൾ പി ജെയിംസ് ഈ വാർത്തകളെ അപഗ്രഥിക്കാൻ നമുക്കിപ്പം തത്സമയം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് പി ജെയിംസ്. ഹായ്. ഈ ഹായ് ഇല്ലാതെ പിക്ക് ഒരു ജീവിതമില്ല അല്ലേ? ക്രിസ്മസ് ദിനം ഉറക്കത്തി കിടന്നൊക്കെ പറയൂ പി ഹായ് ഹായ് എന്ന്. പി ഉറക്കത്തി കിടന്ന് ഹായ് 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 എന്നൊക്കെ പറയൂ. വളരെ സീരിയസ് ആയിട്ടുള്ള ഹായ് ആണ്. അത്രേ ഉള്ളല്ലേ? ഉറക്കത്തിനൊന്നും പ്രശ്നമില്ല. നിദ്രയ്ക്ക് ഭംഗമില്ലെങ്കിൽ പിന്നെ കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഓക്കെ. ഈ ക്രിസ്മസ് ദിനം പൊതുവെ അറിയപ്പെടുന്നത് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ദിനമായാണ്. പക്ഷേ ഈ ക്രിസ്മസ് ദിനത്തിൽ 25-ാം തീയതി വലിയ തരത്തിലുള്ള ആക്രമണം നൈജീരിയയിൽ, ഇപ്പോൾ മധു കൊട്ടാരക്കര സംസാരിച്ചതേ ഉള്ളൂ, നൈജീരിയയിൽ അമേരിക്ക കയറി ആക്രമണം നടത്തി ഒരുപാട് പേർ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇസ്രായേല് ഗസയിൽ വലിയ രീതിയിലുള്ള ആക്രമണം നടത്തിയിട്ടുണ്ട്. അവിടുത്തെ കത്തോലിക്ക പള്ളി അറിയപ്പെടുന്നൊരു പള്ളിയുണ്ട്, അവിടെ ക്രിസ്മസ് ആഘോഷം പോലും നടത്താൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ലെബനനിൽ കയറി ആക്രമിച്ചിരിക്കുന്നു ഇസ്രായേൽ സേന. അവിടെ ഇറാന്റെ ഖുദ് ഫോഴ്സിൽപ്പെട്ട ഒരു നേതാവിനെ കൊലപ്പെടുത്തി എന്ന വാർത്ത വരുന്നു. ഇതിന് അപ്പുറത്താണ് ഇപ്പോൾ റഷ്യ ക്രിസ്മസ് ദിനത്തിൽ, റഷ്യ ക്രിസ്മസ് ആഘോഷിക്കുന്നില്ല ഡിസംബർ 25-ന്, ജനുവരി 7-നാണ് ആഘോഷിക്കുന്നത്. പക്ഷേ ഉക്രൈനിലെ ഭൂരിപക്ഷം ജനതയും ക്രിസ്മസ് ആഘോഷിച്ചത് ഡിസംബർ 25-നാണ്. അതിനിടയിൽ മിസൈൽ വർഷമായിരുന്നു ഉക്രൈൻ സേനയ്ക്ക് മേൽ അല്ലെങ്കിൽ ഉക്രൈൻ ജനങ്ങൾക്ക് മേൽ നടത്തിയത്. റഷ്യ പല ഭാഗങ്ങളിലായിട്ട് നടത്തിയ ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെട്ടു എന്നുള്ളത് വന്നിട്ടുണ്ട്. നിരവധി പേർ വേറെയും കൊല്ലപ്പെട്ട വാർത്തകൾ വരുന്നുണ്ട്. എന്ന് മാത്രമല്ല, ഉക്രൈൻ സേന തിരിച്ചടിയായിട്ട് നടത്തിയ ആക്രമണത്തിൽ എണ്ണ കേന്ദ്രങ്ങളാണ്, റഷ്യയുടെ എണ്ണ കേന്ദ്രങ്ങളാണ് ആക്രമിക്കപ്പെട്ടത്. അതിനുപയോഗിച്ചത് സ്റ്റോം ഷാഡോ എന്ന ബ്രിട്ടീഷ് നിർമ്മിതമായിട്ടുള്ള ദീർഘദൂര മിസൈലുകളാണ്. റഷ്യയുടെ ഉള്ളിൽ ചെന്നാണ് അത് പതിച്ചിട്ടുള്ളത്. അപ്പോൾ യുദ്ധം തന്നെ മുന്നോട്ട് പോകുന്ന അവസ്ഥയാണ്. അപ്പോൾ ഇസ്രായേൽ ഗസയിൽ, ലെബനിൽ അടക്കം അത് വലിയ രീതിയിലുള്ള അറ്റാക്ക് നടക്കുന്നു. അതുപോലെ തന്നെ മധു കൊട്ടാരക്കര നൈജീരിയയെക്കുറിച്ച് പറഞ്ഞ കാര്യത്തിൽ ഒരു റിപ്പോർട്ട് കൂടി വന്നിട്ടുള്ളത്, അവിടെ ക്രൈസ്തവർ കഴിഞ്ഞ 15-16 വർഷത്തിനുള്ളിൽ 1 ലക്ഷത്തിലേറെ ക്രൈസ്തവർ കൊല്ലപ്പെട്ടു എന്നാണ് കണക്ക് വന്നിരിക്കുന്നത്. ഒപ്പം തന്നെ 60,000-ഓളം ഇസ്ലാം മതവിശ്വാസികൾ കൊല്ലപ്പെട്ടു. കാരണം ഈ IS-നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം മതമെന്നോ ക്രൈസ്തവ മതമെന്നുള്ള വ്യത്യാസമില്ല. അവർ കൊന്നൊടുക്കുന്നത് അവിടുത്തെ സാധാരണക്കാരായ മനുഷ്യരെയാണ്. ഒരു കാര്യം കൂടി SKN, ബൊക്കോ ഹറാം എന്നുള്ളൊരു സംഘടനയുണ്ട്. അവിടുത്തെ 276 പെൺകുട്ടികളെ 10 വർഷം തട്ടിക്കൊണ്ടുപോയി അവർ പുറത്തു വന്ന് 1-2 കുട്ടികളായിട്ടാണ്. അതിനെതിരെ വലിയ വിവാദം ലോകമെമ്പാടും ഉണ്ടായതാണ്. അതേ IS-ഉം ബൊക്കോ ഹറാമുമാണ് ഈ നൈജീരിയയിൽ ഇത്ര വലിയ ആക്രമണം അയച്ചുവിടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.